വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ബിഗിനേഴ്സിന് വായിക്കാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങളാണ് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ചധികം വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വായന ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്ത് വന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളിത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, നമുക്കൊരു എന്താ പറയുക, ഒരു ശീലം വരണമെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ടത് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളറിയാതെ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് അവിടെ എത്തുക. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇപ്പം വരെ ഞാൻ വായിച്ചതിൽ എന്നെ വായനയിലേക്ക് പിന്നെ വായിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വായിപ്പിച്ച പുസ്തകങ്ങൾ എൻ്റെ എനിക്ക് ഓർമ്മയിൽ വരുന്നതൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നിയത് വായിച്ചപ്പോൾ ഒരു ബിഗിനർ വായിച്ചാൽ ഇത് നല്ലതായിരിക്കും, അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വായനയൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയ കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ കാറ്റഗറി ബഷീറിൻ്റെ ബുക്സാണ്. ബഷീറിൻ്റെ ബുക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു 50 മുതൽ 100 പേജ് വരെയൊക്കെയുള്ള ചെറിയ മിനി പുസ്തകങ്ങൾ നമുക്ക് ബഷീറിൻ്റെ വായിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങാനാണെങ്കിലും പ്രൈസും വളരെ കുറവാണ്. ഇത് ലൈബ്രറീസിലൊക്കെ അവൈലബിളും ആണ്. അപ്പോൾ ഒരുമാതിരി ആളുകളുടെ കയ്യിലൊക്കെ കാണാനും സാധ്യതയുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കാണാനും ചാൻസ് ഉണ്ടാവും. സോ ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോഴൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലാംഗ്വേജ് ഭയങ്കര സിമ്പിളാണ്. വളരെ വലിയ നാടകീയതയൊന്നുമില്ല. തന്നെയല്ല നമ്മളതിനകത്ത് ഒരുപാട് തല വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ കഥകളായിരിക്കും. ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അങ്ങനത്തെ അവരുടെ വീട് ചുറ്റുപാട് ഇതൊക്കെ ആയിരിക്കും. ബഷീറിൻ്റെ 1-2 പുസ്തകങ്ങൾ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. തുമ്മയുടെ ആട്, മതിലുകൾ, ബാല്യകാലസഖി, പ്രേമലേഖനം, എൻ്റെ ഉപ്പുപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു, ശബ്ദങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. പിന്നെ തുടക്കക്കാർക്ക് വായിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള പുസ്തകങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബാലസാഹിത്യം എന്ന് പറയുകയാണെങ്കിലും ബാലസാഹിത്യത്തിൽ നിന്ന് കുറച്ചും കൂടി ചിന്തിക്കാനുണ്ടാവും, പക്ഷേ കുട്ടികൾക്ക് വായിക്കാം എന്ന് പറഞ്ഞുള്ള പുസ്തകങ്ങളുണ്ട്. അതിൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ബുക്ക്സ് ഞാൻ പറയാം. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ ആദ്യകാലങ്ങളിൽ ആദ്യമായിട്ട് വായിച്ച പുസ്തകം, ആദ്യമായി കണ്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കണക്ഷൻ കാണുമല്ലോ ചില സിനിമയോടോ പുസ്തകത്തിനോടൊക്കെ. സിനിമയുടെ ആൾക്കാർക്ക് കാണും. അപ്പം അത് വെച്ച് റിലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ്സിൽ ടോപ്പ് മോസ്റ്റ് ആണ് നിലാവിൻ്റെ ഭംഗി, പെരുമ്പടവം ശ്രീധരൻ്റെ നിലാവിൻ്റെ ഭംഗി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകമാണത്. രണ്ടാമത്തേത് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുമങ്ങളും ഈ പറഞ്ഞ പോലെ ചെറിയ ബുക്കാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പുസ്തകങ്ങളും കമ്പാരിറ്റീവ്ലി ചീപ്പർ സൈഡാണ് വിലയുടെ കാര്യത്തിൽ. വായിക്കാനാണെങ്കിൽ സിമ്പിൾ റീഡാണ്. നിങ്ങൾക്ക് വായന ഇഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള പുസ്തകങ്ങൾ. ആൻഡ് ആ കാറ്റഗറിയിൽ കേശവദേവിൻ്റെ, തകഴിയുടെ, മാധവിക്കുട്ടിയുടെ, സുമംഗലയുടെയൊക്കെ പുസ്തകങ്ങൾ ചെറിയ കഥകളുള്ള, അല്ലെങ്കിൽ ഒരു കമ്പൈലേഷൻ പുസ്തകങ്ങളായിട്ട് കാണും. തകഴിയുടെയൊക്കെ പല കഥകളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ അങ്ങനെയൊക്കെയുള്ള കഥകൾ ചെറിയ കഥകളാണ്. അപ്പോൾ അതുപോലത്തെ കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് പിടിച്ച് പോകാനായിട്ട് നമുക്കൊരു ഒരു ബിൽഡപ്പ് ഫീൽ ചെയ്യും. നമ്മൾ വായിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല്. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കഥ വായിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 5 കഥ അല്ലെങ്കിൽ 10 കഥയുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ദിവസം ഒരു കഥ വായിച്ചാൽ തന്നെ വായിച്ചു എന്നുള്ള നമുക്കൊരു ടിക്ക് ഓഫ് ഉണ്ടല്ലോ. ഇനി കുറച്ച് പുതിയ പുസ്തകങ്ങൾ, അതായത് ഒരുപാട് തിക്നെസ് ഇല്ലാത്തതും, തിക്നെസ് എന്ന് ഉദ്ദേശിച്ചത് പേജുകൾ കുറവുള്ളതും പേജ് മറിയുന്നതും ലാംഗ്വേജ് സിമ്പിളായിട്ടുള്ള കുറച്ച് ചെറിയ പുസ്തകങ്ങൾ, പുതിയ എഴുത്തുകാരുടെയൊക്കെ ആയിട്ടുള്ള ചെറിയ പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. കഥകളുടെ സമാഹാരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി, പിന്നെ ഠായില്ലാത്ത മിഠായികൾ. ഇത് രണ്ടും തുടക്കക്കാരനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വായിക്കാൻ നല്ല ബുക്സാണ്. രണ്ടും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അത് ഒരു നമ്പർ ഓഫ് സ്റ്റോറീസാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് നിർത്തുക, അല്ലെങ്കിൽ ഒരു 4 കഥ വായിച്ചിട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലല്ലോ, ഒന്നും പ്രശ്നമില്ല. കാരണം കഥകളാണല്ലോ, അതൊരു ചോയ്സാണ്. ഇൻ അഡീഷൻ നിങ്ങൾക്ക് കഥകൾ വായിക്കാനല്ല നോവൽ വായിക്കാനാണ് ഇഷ്ടം. കാരണം നിങ്ങൾ 1-2 വായനയിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് റീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പോകെ നമുക്ക് എന്തുവാ ഇഷ്ടം എന്ന്. ഇപ്പം പൊതുവായിട്ട് ആളുകൾ കവിത വായിക്കുന്ന കുറവാണ്. അപ്പോൾ കവിത മോശമായതുകൊണ്ടല്ല, കവിത എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ മോശമായതുകൊണ്ടല്ല, പക്ഷേ ആൾക്കാർക്ക് കൂടുതൽ വായിക്കാൻ ഇഷ്ടം കഥകളോ അല്ലെങ്കിൽ നോവലോ ആണ്. എനിക്ക് തോന്നുന്നു കഥകളെ അപേക്ഷിച്ച് നോവൽ വായിക്കാൻ കുറേയധികം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജനറലൈസ് ചെയ്യുമല്ല കേട്ടോ, പക്ഷേ നമ്മുടെ ഒരു റീഡർ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് പറയുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നോവൽ വായിക്കാനാണ് ഇഷ്ടം, പക്ഷേ നോവലൊക്കെ ഭയങ്കര വലിയ നോവലുകളാണ്, എങ്ങനെ വായിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണെങ്കിൽ പുതിയ പുസ്തകങ്ങളിൽ എൻ്റെ സജഷൻ, പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയുടെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അതൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വായിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ബുക്കാണ്.
കുറച്ചും കൂടി പേജസ് ഉള്ളൊരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. പക്ഷേ അതും സിമ്പിളായിട്ടുള്ള റീഡാണ്. നിങ്ങൾക്ക് പേജ് മറിഞ്ഞൊരു പുസ്തകം വായിച്ച് തീരുന്ന ഫീല്, കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഫീല് കിട്ടാൻ നല്ലതാണ്. ഏഞ്ചൽ ഷാജിയുടെ ആസ്ക് മി എ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള റീഡാണ്. നിങ്ങൾ വളരെ എന്താ പറയുക, വായനയിലേക്കൊന്നും അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പുസ്തകമാണ്. കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ പെട്ടെന്ന് വായിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു ബിഗിനറോട് പറയുന്നത് മര്യാദകേടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാലും എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന കുറച്ച് പേജസ് ഉള്ള, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പുസ്തകമാണ് ആസ്ക് മി എ ക്വസ്റ്റ്യൻ. ഈ കാറ്റഗറിയിൽ നാലാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തന്നെ ബുക്കാണ്, മറന്നു വെച്ച ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകം. നോവലാണ്. 312 പേജേ ഉള്ളൂ. 312 പേജുണ്ട്. ഓക്കെ, സ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അടുത്ത് ഈ അടുത്ത് പുസ്തകം വായിച്ച 1-2 പേര് പറഞ്ഞു അവരാദ്യമായിട്ട് വായിച്ചു തീർത്ത മലയാള നോവലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഓഥർ എന്ന നിലയിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് വളരെ മുതിർന്ന ആളുകളാണെങ്കിലും അവർ കംപ്ലീറ്റ് ചെയ്തൊരു മലയാളം നോവൽ എന്ന് പറയുമ്പോൾ അതിനൊരു സിംപ്ലിസിറ്റി ഉണ്ടെന്നും ഒരു റീഡബിലിറ്റി ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. സോ ഞാൻ എൻ്റെ ബുക്കും സജസ്റ്റ് ചെയ്യുകയാണ് ഫോർ എന്താ പറയുക, ഒരു ഈസി റീഡ് എന്ന നിലയിൽ. എൻ്റെ പുസ്തകം പേജസ് എത്ര ഉണ്ടെങ്കിലും പേജ് മറിയുന്നൊരു പുസ്തകമായിട്ടാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. പിന്നെ ഞാൻ ഈ അടുത്ത് കുറച്ച് പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് വായിച്ചതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് ഡിലേ ആവുന്നത് കൊണ്ട്, വായന ഓരോ ദിവസവും ഇങ്ങനെ വായിച്ച് പോകുന്നതുകൊണ്ട് ഡിലേ ആക്കണ്ടെന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അശ്വതി ശ്രീകാന്തിൻ്റെ കഥകളുടെ പുസ്തകം പോലെ കഥകളുള്ള പുസ്തകമാണ് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിത്യലക്ഷ്മിയുടെ ചെതുമ്പലുകൾ എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഈ അടുത്ത് വായിച്ചു. കുറച്ചധികം കഥകളുടെ കമ്പൈലേഷനാണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബുക്കാണ്. കഥകളുടെ കമ്പൈലേഷനിൽ പഴയ എഴുത്തുകാരിൽ മാധവിക്കുട്ടിയെ വിട്ടുകളയരുത്, MDയെയും വിട്ടുകളയരുത്. നല്ല ഒരു പർട്ടിക്കുലർ ജേണർ ഓഫ് കഥകളാണ്. അത് വായിച്ചാലുള്ളൊരു ഉപകാരം എന്താ വെച്ചാൽ, എനിക്ക് മനസ്സിലായത്, ഇന്നത്തെ കാലത്ത് നിന്ന് വായിക്കുമ്പോൾ, ഞാനൊക്കെ ഒരു 10-20 കൊല്ലം മുന്നേ വായിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ഒരു 2024 നിന്ന് വായിക്കുമ്പോൾ വേറെ ഒരു കാലത്തെക്കുറിച്ച് വായിക്കുന്ന ഫീൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അത് മിസ് ചെയ്യരുത്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതികൾ ആദ്യം വായിക്കേണ്ടതില്ല. മാധവിക്കുട്ടിയുടെയും സുമംഗലയുടെയും മൈന ഉമൈബാൻ എന്നൊരു ഓഥറുണ്ട്, പിന്നെ ആഷിത, ഇവരുടെയൊക്കെ പഴയ കഥകൾ, ചെറിയ 5-6 പേജിൽ കവിയാത്ത കഥകളുണ്ട്. അതിൻ്റെയൊക്കെ കമ്പൈലേഷൻ ബുക്ക് കിട്ടിയാൽ അതെടുത്തിട്ട് വായിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് എല്ലാ കഥകളൊന്നും വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന കഥകൾ വായിക്കാം. അതിൻ്റെ അത്രയൊക്കെ വായിച്ച് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ നമുക്ക് പത്മരാജനെയൊക്കെ വായിക്കാം. പത്മരാജൻ്റെയൊക്കെ കഥകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് നമ്മളെ പിടിച്ചിട്ട പോലത്തെ ഒരു ഫീലായിരിക്കും, വേറൊരു ഫാൻറ്റസി സ്ഥലത്തെത്തിയ പോലെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വായിക്കുന്നതല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പത്മരാജൻ്റെ പുസ്തകങ്ങളൊക്കെ മനസ്സുകൊണ്ട് എടുക്കണമെങ്കിൽ കുറച്ച് ഒരു പരുവത്തിന് എത്തണം. കാരണം അതത്രയും നമ്മളെ വല്ലാണ്ട് കുടുക്കിയിട്ട് കളയും. സജഷൻസിൽ, കഥകളുടെ കമ്പൈലേഷൻ സജഷൻസിൽ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് പത്മരാജനാണ്. പിന്നെ നിങ്ങൾ വായിക്കാൻ അനുഭവക്കുറിപ്പുകളൊക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ചില ആളുകൾക്ക് നോവൽ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കഥ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചില ആളുകളുടെ ലൈഫ് വായിക്കാനായിരിക്കും ഇഷ്ടം, അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എഴുതുന്ന വായിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി കണ്ടുപിടിക്കുക, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കാറ്റഗറി കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ വായന ബിൽഡ് ചെയ്യുക. ഇതനുസരിച്ച് നമുക്ക് ബാക്കി എല്ലാത്തിലും വായിക്കാനൊക്കെ പറ്റും. അപ്പോൾ അനുഭവക്കുറിപ്പുകളിൽ എൻ്റെ സജഷൻ ഒന്ന് മുഹമ്മദ് അബ്ബാസിൻ്റെ വെറും മനുഷ്യരൊരു നല്ല പിക്കാണ്. പിന്നെ ഒന്ന് വിശപ്പ് പ്രണയം ഉന്മാദം, അതും അബ്ബാസിൻ്റെ തന്നെ ബുക്കാണ്. ഞാൻ ഈ 2 പുസ്തകങ്ങളെ അബ്ബാസിൻ്റെ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഐ ഗസ് അബ്ബാസിൻ്റെ എല്ലാ പുസ്തകങ്ങളും അനുഭവക്കുറിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പുസ്തകങ്ങളെന്ന് പറയുമ്പം കുറച്ചും കൂടി ആ ഒരു ലൈനിൽ നിൽക്കുന്ന പുസ്തകങ്ങളായിരിക്കും. ഒരെണ്ണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ബാക്കിയുള്ളത് വിട്ടുകളയാതെ വായിക്കുന്നത് ഒരു നല്ല സജഷനാണ്. അനുഭവക്കുറിപ്പുകളുടെ കാറ്റഗറിയിൽ കഞ്ചാവ്, ലിജീഷ് കുമാറിൻ്റെ കഞ്ചാവ് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊരു കുഴപ്പമില്ലാത്ത വായനയാണ്. പിന്നെ മധുബാലിൻ്റെ എൻ്റെ പെണ്ണോട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അത് കുറച്ചും കൂടി ഒരു ഡീപ്പർ റീഡാണ്. സ്റ്റിൽ ചെറിയ പുസ്തകമാണ്. കളക്ഷൻ ഓഫ് സ്റ്റോറീസ് പോലെ കളക്ഷൻ ഓഫ് അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് പറയാനുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പുസ്തകങ്ങൾ നല്ലതാണ്. ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയൊരു പുസ്തകം ബിനോയ് പുലാക്കോടിൻ്റെ മനുഷ്യനായി ജനിച്ചതിൻ്റെ കുഴപ്പങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. നല്ല പുസ്തകമാണ്. പിന്നെ ഞാൻ തന്നെ എഴുതിയൊരു കവിതാ പുസ്തകമുണ്ട്, ഹൃദയം പൊട്ടിപ്പോയ കഷ്ണങ്ങൾ. അതും ഒരു ബിഗിനറിന് പറ്റിയൊരു റീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ളൊരു കാറ്റഗറി കുട്ടികളുടെ പുസ്തകങ്ങളാണ്. കുട്ടികളുടെ പുസ്തകങ്ങൾ വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് കുട്ടികളുടെ പുസ്തകങ്ങൾ കുട്ടികൾ മാത്രം വായിച്ചിരിക്കേണ്ടത് എന്നൊന്നുമില്ല. പഞ്ചതന്ത്രം കഥകൾ, ഈസോപ്പ് കഥകൾ, പിന്നെന്താണ് ചൈനീസ് നാടോടി കഥകൾ, ഗ്രീക്ക് നാടോടി കഥകൾ, അങ്ങനെ DCയിലൊക്കെ കയറി കഴിഞ്ഞാൽ പല സ്ഥലത്തെ നാടോടി കഥകളുടെ ഒരു കളക്ഷൻ തന്നെ കാണാം, മലയാളവും ഇംഗ്ലീഷും ഒക്കെ. തെന്നാലി രാമൻ കഥകൾ. അപ്പോൾ അതിനകത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മളത് വായിക്കുന്നത് നല്ലതാണ്. ഉദ്ദേശിച്ചത്
ഇപ്പോൾ പഞ്ചതന്ത്രം കഥകൾ വായിക്കുക, അതിനകത്തൊക്കെ ഇഷ്ടംപോലെ കഥകളാണ്. അപ്പം ഒരു 4-5 കഥയൊക്കെ വായിക്കാം. അപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾക്കൊരു റീഡിങ്ങിലേക്കൊരു ബിൽഡ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള റീഡാണ് അതൊക്കെ. ഫൈനൽ നോട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി നിങ്ങളുടെ ഒരു ജേണർ ഓഫ് റീഡ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ നോവൽ അല്ലെങ്കിൽ കഥ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടം ഈ നാട്ടിൻപുറത്തെ കഥകൾ വായിക്കുന്നതാണോ, അതോ ഇപ്പം നോവലാണെങ്കിൽ നിങ്ങൾക്ക് ഹൊറർ വായിക്കാനാണോ ഇഷ്ടം, ക്രൈം ത്രില്ലറാണോ ഇഷ്ടം, റൊമാൻസ് ആണോ ഇഷ്ടം, ഇങ്ങനത്തെ കുറേ ഏരിയാസ് കാണും. നമ്മൾ അതിനകത്ത് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇഷ്ടമായോ ഇല്ലയോ, നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ അടുത്ത് ലാജോ ജോസിൻ്റെ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കന്യാകുമാരി വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ തന്നെ റൂത്തിൻ്റെ ലോകം അത് വായിച്ചു. അപ്പോൾ നമ്മളൊരു ഓഥറിനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കേന്ന് തോന്നിയാൽ അയാളുടെ ബാക്കി പുസ്തകങ്ങളൊക്കെ പിക്ക് ചെയ്ത് വായിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വായന ബിൽഡ് ചെയ്യാൻ പറ്റും. ബഷീറിൻ്റെ ഒരു പുസ്തകം വായിക്കുക, അപ്പോൾ ഓക്കേന്ന് തോന്നിയാൽ ബാക്കിയൊക്കെ വായിക്കുക. നിങ്ങൾക്ക് അവിടെ ഓക്കേന്ന് തോന്നില്ലേ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു ഓഥറിനെ ചൂസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമ്മളാണ് അൾട്ടിമേറ്റ്ലി ചൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് വായിക്കണമെന്ന്. സോ നമുക്ക് പക്ഷേ വായന അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ബിൽഡ് ചെയ്താണ് നമ്മൾ പല റേഞ്ചിൽ, പല ടൈപ്പിൽ, പല കനത്തിലും, പല രീതിയിലും, പല ഭാഷയിലും ഒക്കെയുള്ള ട്രാൻസ്ലേഷൻ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോയിൽ പറയാനായിട്ട്, നിങ്ങൾ എന്തായാലും വായിക്കുക. നിങ്ങളുടെ ഒരു ഏരിയ ഏതാണെന്ന് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഓഥറിനെ കണ്ടുപിടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ വായിക്കുക. എങ്ങനെ വായിച്ചാലും വായന നല്ലതാണ്. നിങ്ങൾ ഈ അടുത്ത് വായിച്ച നല്ല പുസ്തകം എനിക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച പുസ്തകം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാവും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.